കണ്ടില്ലേ വേറെ പൊളിച്ചിരിക്കണം. ചേട്ടാ മകന്റെ കണ്ടിട്ട് എന്ത് തോന്നി? മകന്റെ നടനം ഞാൻ പറഞ്ഞില്ല, പിന്നെയും ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കൊതിയാണ് അതുപോലെ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്നാണ്. പടം കണ്ടപ്പോൾ എനിക്കങ്ങനെ ആഗ്രഹമുണ്ടായി, എന്തൊരു വേഷം കിട്ടണമെന്നാണ്. എല്ലാവരും നന്നായിട്ട് 4 ആർട്ടിസ്റ്റ് വെച്ചിട്ട് ഗംഭീരമായിട്ടൊരു സിനിമ ഉണ്ടാക്കാൻ, അത് ഒറ്റ ലൊക്കേഷൻ വെച്ചിട്ട് അത് കാണാൻ അമേരിക്കത്ത് നമ്മൾ പറഞ്ഞേക്കാളും അത് കണ്ടാലാണ് അതിൻ്റെ ഭംഗിയുള്ളത്. ഇതുപോലെ ഇറങ്ങണം. ഇടയ്ക്ക് ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങണം. സാധാരണ നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമ എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. എല്ലാവർക്കും പണിയെടുക്കാനുണ്ട്. ഏറ്റവും ശരി എല്ലാവർക്കും ഭയങ്കര ലൊക്കേഷൻ അടിപൊളി. നമുക്ക് വേറെ ലെവലാണ്. നമുക്ക് ഓരോന്നോരോന്നിങ്ങനെ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ പറഞ്ഞതിന് വാക്കുകളില്ല. അത് ശരിക്കും നിഘണ്ടുവിൽ വാക്കില്ല. എല്ലാം നല്ലതാണ്. ഞാൻ ആരും മോശമാക്കി പറയുന്നല്ല. ഞാൻ പറയുന്നത് സിനിമകൾ ഇങ്ങനെ ഓരോന്നെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചിന്തയുണ്ടല്ലോ, ഇന്നിങ്ങനെ ഒരു സിനിമ വേണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അതൊരു വ്യക്തി തിരഞ്ഞെടുക്കുന്ന ഡയറക്ടർക്കാണെങ്കിലും പ്രൊഡ്യൂസർക്കാണെങ്കിലും ആ ചിന്തകൾ വരുമ്പോൾ മമ്മൂക്കയിലേക്ക് എത്തുന്നു. മമ്മൂക്കത് ഏസ് പറയുന്നു. ആ ഏസ് ഇപ്പം ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ നടൻ എന്ന് പറയുന്നത് അവർ ഏസ് പറയുന്നു എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നമ്മൾ കാതൽ തന്നെ നമുക്കറിയാമല്ലോ. അങ്ങനത്തെ ഒരു വേഷം ഏറ്റെടുത്ത് സൂപ്പർ മെഗാസ്റ്റാർ നടൻ തയ്യാറാകുന്നത്. അതങ്ങനെ മമ്മൂക്കൊക്കെ പറഞ്ഞാൽ അർജുനൊക്കെ വേഷം കിട്ടില്ല, അങ്ങനെ വേഷം കിട്ടില്ല. പക്ഷേ എന്തായാലും എല്ലാവരും റെക്കോർഡിംഗ് ഒക്കെ റെക്കോർഡിംഗ്, ഡയറക്ഷൻ, ഡയലോഗ്സ് ഭയങ്കര കൊതിയായി ഒന്നുകൂടി കണ്ടു. എല്ലാവരും പറയണേ എങ്ങനെയുണ്ട് ശരിക്കും? ഞങ്ങൾ അടുത്ത ഷോ കാണാൻ വേണ്ടി എങ്ങനെയുണ്ട് തിയേറ്ററിൽ പ്രേക്ഷകരോട് ഇരുന്ന് കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? കണ്ടിട്ട് ബാക്കി പറയട്ടെ. നമ്മളിങ്ങനെ നമ്മളുടെ പടം തന്നെ എങ്ങനെയാണ് അത് എല്ലാവരും കണ്ടിട്ടല്ലേ പറഞ്ഞു. നമുക്ക് നമ്മുടെ പടം ഏറ്റവും സ്പെഷ്യലായിരിക്കും. പ്രത്യേകിച്ച് ഈ പടം എന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ കൂടെയാണ്. പിന്നെ ഒരു വൺ ഓഫ് എ കൈൻഡ് ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. വൺ ഓഫ് എ കൈൻഡ് മൂവിയാണ് ഇത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അതിൻ്റെ റെസ്പോൺസ് പറയട്ടെ. എന്നിട്ട് നമുക്ക് തിയേറ്റർ കുലുങ്ങിന്നാ പറയണോ ശരിക്കും? ഏറ്റവും പറയേണ്ട പൊല്ലുപടി. നമുക്കിനെ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു റോളിൽ കണ്ടിട്ടില്ലല്ലോ. ഇത് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇന്നേവരെ അറിയില്ല ഏറ്റവും വലിയ സിനിമ മമ്മൂക്കത് കേട്ടിച്ച് പേടിക്കണ്ട.